നമസ്കാരം. കഴിഞ്ഞ 2 ദിവസമായി ഇന്ത്യയിലെ ജനങ്ങൾ കാത്തിരുന്ന നിമിഷമാണിത്. അതായത് ഇന്ത്യയുടെ അഭിമാനമായ വ്യോമസേന വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമനെ പാകിസ്ഥാൻ ഇന്ത്യക്ക് കൈമാറിയിരിക്കുന്നു എന്ന ഏറ്റവും സന്തോഷം നിറഞ്ഞ വാർത്തയാണ് ഈ മണിക്കൂറിൽ പങ്കുവയ്ക്കാനുള്ളത്. റെഡ് ക്രോസിന്റെ സാന്നിധ്യത്തിൽ നടന്ന വൈദ്യപരിശോധനയും നടപടിക്രമങ്ങൾക്കുമൊടുവിൽ വ്യോമസേന ഉദ്യോഗസ്ഥരാണ് അഭിനന്ദനെ സ്വീകരിച്ചിരിക്കുന്നത്. ഇന്ത്യൻ സമയം 5:20 അദ്ദേഹത്തെ കൈമാറിയെന്ന ഔദ്യോഗിക റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എമിഗ്രേഷൻ നടപടികളെല്ലാം കഴിഞ്ഞ എയർ വൈസ് മാർഷൽമാരായ RG കപൂർ, ശ്രീകുമാർ പ്രഭാകർ എന്നിവർക്കൊപ്പം അല്പസമയത്തിനകം തന്നെ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിനുശേഷം അദ്ദേഹത്തെ അമൃത്സറിലേക്ക് കൊണ്ടുപോകും, അവിടെ നിന്നും ഡൽഹിയിലേക്കും കൊണ്ടുപോകും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. അഭിനന്ദനെ സ്വീകരിക്കാൻ ആയിരങ്ങളാണ് ആർപ്പുവിളികളുമായി വാഗ അതിർത്തിയിലെത്തിയത്. അഭിനന്ദന്റെ കുടുംബാംഗങ്ങളും ഇവിടെ സന്നിഹിതരാണ്. പാകിസ്ഥാന്റെ ബീറ്റിംഗ് റിട്രീറ്റ് ചടങ്ങിലാണ് അഭിനന്ദനെ ഇന്ത്യക്ക് കൈമാറാൻ പാകിസ്ഥാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ത്യ ഇന്ന് വാഗ അതിർത്തിയിൽ ബീറ്റിംഗ് റിട്രീറ്റ് ചടങ്ങ് വേണ്ടെന്ന് വച്ചിരുന്നു. 2 ദിവസം പാക് കസ്റ്റഡിയിൽ കഴിഞ്ഞ ശേഷമാണ് വിംഗ് കമാൻഡർ ഇന്ത്യയിലേക്ക് ഇപ്പോൾ തിരിച്ചെത്തുന്നത്. വൈകുന്നേരത്തോടെ അഭിനന്ദനെ വാഗ അതിർത്തിയിൽ എത്തിക്കുമെന്ന് നേരത്തെ തന്നെ പാക് വൃത്തങ്ങൾ അറിയിച്ചിരുന്നു. അഭിനന്ദന് വേണ്ടി വാഗ അതിർത്തിയിൽ വൻ സ്വീകരണമാണ് ഒരുക്കിയത്. നിരവധി ആളുകളാണ് ഇന്ത്യയുടെ വീരപുത്രനെ വരവേൽക്കാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. അതിനിടെ അഭിനന്ദനെ വിട്ടു നൽകരുതെന്ന് ആവശ്യപ്പെട്ട് ഇസ്ലാമാബാദിലെ കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്തിരുന്നു. ഇത് കോടതി തള്ളുകയും ചെയ്തിരിക്കുന്നു. അഭിനന്ദനെ വിട്ടയക്കണമെന്ന് ഇന്ത്യയുടെ രേഖാമൂലം ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് നിരുപാധികം വിട്ടയക്കാൻ പാക് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ തീരുമാനമായത്. അഭിനന്ദൻ വർദ്ധമന്റെ മോചനത്തിനായി ഇന്ത്യ നയതന്ത്ര നീക്കങ്ങൾ ശക്തമാക്കാനിരിക്കെയാണ് സമാധാന സന്ദേശമായി വിട്ടയക്കാനുള്ള പാകിസ്ഥാന്റെ തീരുമാനം ഉണ്ടായത്. പാകിസ്ഥാനിലെ ഇന്ത്യൻ സ്ഥാനപതി ഇസ്ലാമാബാദിലെ വിദേശകാര്യ മന്ത്രാലയത്തിലെത്തി പൈലറ്റിനെ വിട്ടുകിട്ടണമെന്ന് രേഖാമൂലം അറിയിക്കുകയും ചെയ്തിരുന്നു. ഇന്ത്യയുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്നും തെറ്റിദ്ധാരണയാണ് സംഘർഷത്തിന് കാരണമെന്നും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ വ്യക്തമാക്കിയിരുന്നു. പുൽവാമ ആക്രമണം അടക്കമുള്ള കാര്യങ്ങളിൽ ചർച്ചയാകാമെന്നും പാകിസ്ഥാൻ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായിരുന്നു. കൂടുതൽ വാർത്തകളുമായി തിരിച്ചെത്താം. വാർത്തകൾ ഉടനടി അറിയാൻ ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക.